ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ചോറിന് കൂട്ടാൻ പറ്റിയ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കണ്ടുകൊണ്ടിരിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ വീട്ടിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഇതാ കൊട്ടെടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ കൊട്ടാണ്. അപ്പം എന്താ പറയുക, ഇത് കൊട്ട് മാത്രമായിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിതാ നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ടെടുക്കണം. നമ്മൾ ചക്കപ്പൂക്കൽ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് കുമ്പളങ്ങ പൂക്ക് എന്നും പറയും. അതുപോലെ തന്നെ കുമ്പളനും കൊട്ടിട്ട് വെച്ചതെന്നും പറയും. അങ്ങനെ പല വിധത്തിലും പറയാം കേട്ടോ. അപ്പോൾ ഇതാ ബീഫിൻ്റെ കൊട്ടലെല്ലാം കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറിന് വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി. അതുപോലെ തന്നെ ഇത് ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇത്ര പരം തന്നെ വേണം, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ അതിലേക്ക് വേവിക്കാനുള്ള വെള്ളവും ഒഴിച്ചിട്ടാകുമ്പോൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. സ്പൂൺ ഇടുന്നുണ്ട്. വെള്ളം ആയി വരുമ്പോഴേക്കും മത്തനൊന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് എടുക്കണം. അപ്പോഴേക്ക് ഇതായിട്ട് വരും. ഒരു അരമുറി മത്തനാന്ന് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇതാ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര പ്രയാസമാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ടാകുമ്പോൾ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ട് ഈ കൊട്ട് വെന്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് നല്ലോണം വേവിച്ചെടുക്കണം. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ മത്തൻ കയ്യിൽ കിട്ടിയാൽ അപ്പം തന്നെ ട്രൈ ചെയ്തോളൂ. നല്ല ടേസ്റ്റാണ്. ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതാ മത്തനിതാ കട്ട് ചെയ്തിട്ട് വെക്കണം. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലൊരു പീസാക്കിയിട്ടുണ്ട്. ഇനി ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഈ ചക്കപ്പുഴുക്കെല്ലാം കഴിക്കുന്ന അതിൻ്റെ ഒരു വേറെ അത് ചക്കൻ്റെ ടേസ്റ്റ്, ഇതൊരു മത്തൻ്റെ ടേസ്റ്റ്. എന്നാലും ഇത് മത്തനാണ്, ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ട്രൈ ചെയ്യാതിരിക്കേണ്ട. അടിപൊളി സംഭവമാണ്. അപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകിയിട്ടെടുത്തത്, കട്ട് ചെയ്ത ശേഷമാണ് ഇത് കഴുകിയിട്ടെടുത്തത്. ഇനി ഇതാ മറ്റേ കൊട്ടലം വെന്തതിന് ശേഷം ഇനി അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പി വീഡിയോകൾ ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മത്തൻ ഇതാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരെ കൂക്കിച്ചെടുക്കാം. നന്നായി ഉടഞ്ഞ് വരണം മത്തൻ, അതുവരെ കൂക്കിച്ചെടുക്കണം ഇത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇത് വിസിലടിക്കാൻ വെക്കാം. പിന്നെ ഇതാ തേങ്ങയാണ് വേണ്ടത്. ഇതിപ്പോൾ ഒരു തേങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട്. ഒരു ഫുൾ തേങ്ങ ചിരകി വെച്ചതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആ തേങ്ങയുടെ അതേ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് വേണം, എരിവുണ്ടെങ്കിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഇതാ പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, വലിയ ജീരകം. ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചിയുടെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയുടെ പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി അരച്ച് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ചേർക്കുന്നെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം അരച്ചതിന് ശേഷം, ഇതിപ്പോൾ ഞാനിതാ അരച്ചതിന് ശേഷമാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5 വെളുത്തുള്ളി
പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പം കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേറെ വേറെ ഉണ്ടായിന്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ മത്തനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. കയ്യിലോടെ തന്നെ എന്താ പറയുക, എല്ലാ രീതിയിലും എല്ലായിടത്തും എത്തുന്ന പോലെ തന്നെ മിക്സാക്കി കൊടുക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ റിസ്ക് ഉള്ളൊരു പണിയൊന്നുമില്ല. അപ്പോൾ ഇതാ എന്താ പറയുക, നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇത് നമുക്ക് ഉണ്ടാക്കിയ പാടും അതുപോലെ തന്നെ പിറ്റേ ദിവസം കഴിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെയും കഴിക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ടാകുമ്പം കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതെന്തായാലും കുറച്ച് സമയം കഴിഞ്ഞാൽ കുറുകിയിട്ട് തന്നെ വരും. അപ്പം ഈ സമയത്ത് കുറച്ച് ലൂസാക്കി കൊടുത്താൽ മതി. പിന്നെ അത് തണുത്ത് വരുമ്പം നല്ല കുറുകിയിട്ട് തന്നെ വരും. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടാകുമ്പം കടുകും അതുപോലെ തന്നെ കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ടൊന്ന് താളിച്ചിട്ടാകുമ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അറിയുന്നവരും ഉണ്ടാവും, അതുപോലെ തന്നെ അറിയാത്തവരും ഉണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക. മത്തനും കൊട്ടും കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയും വേണം. വെക്കുമ്പം എല്ലാവരും ഇതുപോലെ തന്നെ വെക്കണം എന്നില്ല. ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെക്കുന്ന രീതി. അപ്പോൾ ഇതുപോലെ വെക്കുന്നവരും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ട് വെക്കുന്നവരും കമൻറ്റ് ബോക്സിൽ പറയാം. കാച്ചി ഒഴിച്ചിട്ടാകുമ്പം കാച്ചി ഒഴിക്കൽ നമ്മളെ നാട്ടിൽ പറഞ്ഞിരുന്നു, അഥവാ താളിക്കൽ. ഇപ്പോൾ താളിച്ചൊഴിച്ചിട്ടാകുമ്പം ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാനിപ്പം വീഡിയോക്ക് വേണ്ടിയിട്ട് തണുക്കാൻ നിൽക്കുന്നില്ല, ഒരു പാത്രത്തിലേക്ക് ഞാൻ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആക്കുന്ന ടൈമിൽ കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ ലൂസാക്കി എടുക്കുക. ഇത് പിന്നെയും കട്ടിയായിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല കട്ടിയോടെ തന്നെ കഴിക്കേണ്ടത്. പൂക്കാണ്. നമ്മ ഇത് കുറേ ദിവസമായി ആക്കാൻ കഴിയുന്നു, അപ്പോൾ കൊട്ട് കിട്ടുന്നില്ല. എല്ലാവരും ഇപ്പം ഇത് രാവിലെ പോയാലേ കൊട്ട് കിട്ടുമല്ലോ. ബീഫായാലും കൊട്ടായാലും രാവിലെ ഒരു 7 മണിക്ക് 8 മണിക്കുള്ളിൽ പോകണം. അപ്പോൾ നമ്മൾ പോകുന്ന സമയമെല്ലാം കൊട്ട് പെട്ടെന്ന് തീർന്നു പോകുന്നു. അപ്പോൾ ഇത് ചക്ക സീസണല്ലേ, അപ്പോൾ ചക്കയും കൊട്ടും ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയെല്ലാം ആക്കാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാവരും രാവിലെ ആകുമ്പോൾ കൊട്ടിന് വേണ്ടിയിട്ട് അവിടെ എത്തുന്നുണ്ട്. അവിടെ നമുക്കിപ്പം കുറച്ച് നേരത്തെ പോയാലേ കൊട്ട് കിട്ടും. അപ്പം ഇന്നെന്തോ കൊട്ട് കിട്ടിപ്പോയി, അതുകൊണ്ടാണ് മത്തനും കയ്യിൽ കിട്ടിയപ്പോൾ അപ്പം തന്നെ ട്രൈ ആക്കി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ അങ്ങനെ ആക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരും. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.